ഹലോ, വീഡിയോ കാണുന്ന എല്ലാവരും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ എത്ര നട്ടിട്ട് മുളക്കാത്ത ചില ചെടികളുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ വിത്ത് നട്ട് മുളപ്പിച്ച് കഴിഞ്ഞാൽ കായ്ഫലം കിട്ടാൻ ഒരുപാട് വർഷങ്ങളെടുക്കുന്ന പല ചെടികളും ഉണ്ട്. നാരകം, പേര, മാവ് ഇവയൊക്കെ നമുക്ക് ഫലം തരാൻ വേണ്ടി വർഷങ്ങളെടുക്കും. എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് എയർ ലെയറിങ് വഴി പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുക, ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ പപ്പായ, മാവ്, പേര ഇവയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ എയർ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എയർ ലെയറിംഗ്. ഇതിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇവിടെയുള്ള സീഡ്ലെസ് ലെമണിൻ്റെ കൊമ്പിനകത്ത് എയർ ലെയറിംഗ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഓൾറെഡി നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിന് വേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നും എത്ര കാലം കൊണ്ടാണ് ഇതുപോലെ വേര് വരിക എന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇത് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇതേ സീഡ്ലെസ് ലെമണിൻ്റെ മറ്റൊരു കൊമ്പിനകത്താണ്. അപ്പോൾ ഇത് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൊമ്പിൻ്റെ നമുക്ക് വേര് പിടിപ്പിച്ച് കിട്ടേണ്ട സ്ഥലത്ത് കത്തി വെച്ചോ ബ്ലേഡ് വെച്ചോ ചുറ്റിലും വട്ടത്തിലൊരു വര വരയ്ക്കുക. ഇതിൻ്റെ പുറത്തെ തൊലിക്ക് മാത്രമേ ഈ ഒരു വര ഏൽക്കാൻ പാടുള്ളൂ. ഉള്ളിലേക്ക് മുഴുവനായിട്ട് മുറിയാൻ പാടില്ല. പുറത്ത് കാണുന്ന കട്ടിയുള്ള ഈ ഒരു തൊലിക്ക് മാത്രമാണ് നമ്മൾ മുറിവ് കൊടുക്കുന്നത്. ഇവിടെയുള്ള ഇലകളൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ചുറ്റിലും ഇതുപോലെ വട്ടം വരച്ചു കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് മാറിയിട്ട് നമ്മൾ ഒരു വട്ടം കൂടെ വരച്ചു കൊടുക്കണം. അത്രയും ഭാഗത്തുള്ള തൊലി നമ്മൾ മുഴുവനായിട്ടും എടുത്ത് കളയുക. ഇതുപോലെ തൊലി മാത്രമേ എടുത്ത് കളയാൻ പാടുള്ളൂ. ഇതിനകത്തേക്ക് നമ്മൾ മുറിവേൽപ്പിക്കാൻ പാടില്ല. പുറത്തുള്ള പച്ചത്തൊലി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കട്ടിയായിരിക്കുന്ന തൊലി ഭാഗം മാത്രം മുറിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാനെടുത്ത കത്തിക്ക് മൂർച്ചം കുറവാണ്. നിങ്ങൾ എടുക്കുമ്പോൾ നല്ലൊരു ബ്ലേഡോ അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തിയോ ഉപയോഗിച്ച് തന്നെ മുറിച്ച് മാറ്റുക. ഇവിടേക്ക് നമ്മൾ ഒന്നുകിൽ മണ്ണ്, നല്ല വൃത്തിയുള്ള മണ്ണ് അല്ലെങ്കിൽ ചകിരിച്ചോറ് ഇവ നമുക്കിവിടെ വെച്ച് കെട്ടിക്കൊടുക്കാം. ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മണ്ണ് നനഞ്ഞ മണ്ണായിരിക്കണം, എന്നാൽ വെള്ളം ഒരുപാട് ഉണ്ടാവാനും പാടില്ല. ഇങ്ങനെ ഉരുട്ടി നോക്കുമ്പോൾ ഉരുണ്ട് നിൽക്കുന്ന മണ്ണായിരിക്കണം, എന്നാൽ ഇതിനകത്ത് നിന്നും അധികം വെള്ളം വരാനും പാടില്ല. ആ രീതിയിൽ മണ്ണ് അല്ലെങ്കിൽ ചകിരിച്ചോറ് കുഴച്ചെടുത്ത ശേഷം ഇതുപോലെ നല്ല വൃത്തിയുള്ളൊരു പ്ലാസ്റ്റിക്കിനകത്തേക്ക് വെച്ച് ഈ മുറിവിലേക്ക് കെട്ടിക്കൊടുക്കുക. കെട്ടുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക. സൈഡ് വശത്ത് നിന്നൊന്നും ഇതിനകത്തേക്ക് വെള്ളം കയറാനോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ പ്രാണികൾ കയറാനോ ഒന്നും പാടില്ല. നല്ല ടൈറ്റായിട്ട് തന്നെ എല്ലാ വശവും അടഞ്ഞു കിടക്കുന്ന രീതിയിൽ കെട്ടിക്കൊടുക്കുക. ഇനി ഈ കവർ വെച്ച് തന്നെ കെട്ടാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മറ്റൊരു കയറോ അല്ലെങ്കിൽ നമുക്ക് സെല്ലോ ടേപ്പോ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം മണ്ണിന് ആവശ്യത്തിനുള്ള നനവുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഇനി ഈ ഒരു ചെടിക്ക് ഇവിടെ വെച്ച് വേര് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ പതിയെ പതിയെ ഇവിടെ വെച്ച് വേര് ഉണ്ടാവുകയും നമുക്ക് ഈ ചെടിയെ ഈ കെട്ടിയതിന് താഴെ വെച്ച് മുറിച്ചെടുത്ത് നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് വേരുകൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വേര് പിടിച്ച് കിട്ടാൻ വേണ്ടി 3 ആഴ്ച മുതൽ 1 മാസം വരെ എന്തായാലും സമയമെടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇതേപോലെ ഞാൻ മുൻപ് കെട്ടിവെച്ച് ചെയ്ത് കാണിച്ചെന്ന അതേ ചെടിയുടെ തന്നെ മറ്റൊരു കൊമ്പാണിത്. ഇത് കുറച്ച് മുന്നേ തന്നെ 1.5 മാസങ്ങൾക്ക് മുമ്പേ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ചട്ടിയിലേക്കോ അല്ലെങ്കിൽ നേരിട്ട് മണ്ണിലേക്കോ നട്ടു കൊടുക്കാൻ നല്ല രീതിയിൽ വളരും. ഇപ്പോൾ ഇതിന് ഒട്ടും ഇലകളില്ല, കാരണം നമ്മളിങ്ങനെ കെട്ടിവെച്ച് കൊടുത്തത് കാരണം ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി, ഒറ്റ ഇലകളും ഇല്ല. ഇനി നമ്മളിത് ചട്ടിയിലേക്ക് മാറ്റി നട്ടാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ വളരുകയുള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ നട്ടു കൊടുക്കുന്നത് ഒരു ഗ്രോ ബാഗിനകത്താണ്. ഇത് ഗ്രോ ബാഗിനകത്ത് വെച്ച് നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മണ്ണിലേക്ക് നല്ല രീതിയിൽ കുഴിയെടുത്ത് വളമൊക്കെ ഇട്ട് മാറ്റി നട്ടു കൊടുക്കാം. ഇപ്പോൾ ഇത് ഗ്രോ ബാഗിനകത്തേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ചെടി നശിച്ചു പോകുമോ, ഇങ്ങനെ മാറ്റി നടുമ്പോഴത്തേക്ക് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകുമോ എന്ന് സംശയം ഉണ്ടായിരിക്കും. എങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ കണ്ടോ പുതിയ തളിർപ്പുകൾ വരുന്നുണ്ട്. ഇത് ഞാൻ പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം എടുത്ത വീഡിയോ ആണ്. ഇതുപോലെ ഗ്രോ ബാഗിൽ നട്ടതിന് ശേഷം കണ്ടോ ചെറിയ ചെറിയ തളിർപ്പ്. ഇതിപ്പോൾ കണ്ടോ ഏകദേശം ഒരു മാസത്തോളം ആയി ഇതിങ്ങനെ മാറ്റി നട്ടിട്ട്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇലകൾ വന്നു. ഇനി ഇതിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അപ്പോഴും ഞാൻ വേറെ വീഡിയോ ഇടാം. ഇപ്പോൾ ഇനി നമുക്ക് ഇതിൽ തന്നെ വെച്ചതിന് ശേഷം കുറച്ചുകൂടെ വളർന്നിട്ട് ഇതിനെ മണ്ണിലേക്ക് മാറ്റി നടാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വലിയൊരു ചട്ടിയിലോ ഗ്രോ ബാഗിലോ തന്നെ വെക്കാം. ഇത് നല്ല രീതിയിൽ വളരുന്ന ചെടിയായതുകൊണ്ട് കുറച്ചുകൂടി സ്ഥലം വേണം. ഇത് വളരെ ചെറിയ ഗ്രോ ബാഗാണ്.